ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ജോർജിയയിലെ നമ്മുടെ അടുത്ത ദിവസം ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കിടിലം വീഡിയോ ആയിരുന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് മനസ്സിലായി. ഗൈസ് അതേപോലത്തെ വീഡിയോ ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ട് വേറെ ലെവല് വീഡിയോ, വേറെ ഗൈസ് അത് അങ്ങനത്തെ വീഡിയോകൾ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറണം. ബ്രേക്ക് ഭയങ്കര കുറവാണ്, സൗണ്ട് വരാൻ തുടങ്ങി. അതൊന്ന് അതെ, ബ്രേക്ക് പാഡ് മാറിയില്ല എന്നാ സംഭവം അറിയാം. അതിന്റെ ഇടയ്ക്ക് ഒരു പ്ലേറ്റ് ഇല്ലേ, ഇങ്ങനെ റൗണ്ട് പോലെ ഡിസ്കിന്റെ അകത്ത് ചെറിയ ക്രാക്കെങ്ങാനും വന്നിട്ടുണ്ട്. അത് ലെയ്ത്തിന്റെ അകത്ത് കൊണ്ടിട്ട് പണിയേണ്ടി വരും. അത് ഇവിടെ പണിത് തരുമെന്ന് അറിയത്തില്ല. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ പുതിയത് മാറ്റി ഇടുവാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എ സി കയറണം. ഇന്നലെ പോകുന്നിടത്ത് ഭയങ്കരമായിട്ട് പെട്ടുപോയി. പിന്നെ എ സിയുടെ ഗ്യാസ് അടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങൾക്ക് ഞങ്ങൾ 3 പേര് നേരെ ടൗണിലേക്ക് പോവാണ്. ഏത് സൈഡിലേക്കാണ് പോകുന്നത്? നമ്മൾ ടിബ്ലിസി ടൗണിലേക്ക് ഞങ്ങൾ പോയിട്ട് ആദ്യം ഇതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ പോയി കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ലിബി വണ്ടി അടഞ്ഞോ ഇല്ലയോ എന്ന് ഒന്നും കൂടെ നോക്കാൻ വേണ്ടി പോകുവാണ്. കാരണം ഒരു സംശയം. അപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ചേട്ടൻ്റെ കാറിനാണ് ഞങ്ങൾ നേരെ പോകുന്നത്. ആദ്യം പോയി എല്ലാം കൺഫേം ആയിട്ട് വണ്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ വണ്ടി കൊണ്ട് അലയുണ്ടല്ലോ. പിന്നെ അടുത്തൊരു കേസ് ഞാൻ പറയാം. ജോർജിയയിൽ അങ്ങനെ പേടിക്കേണ്ട എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ യൂറോപ്പ് പോലെ മോഷണങ്ങളും പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ സമ്മർ ഡ്രസ്സിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. സമ്മർ ഈസ് കമ്മിങ്. അതെ, ആണോ? അത് ചേട്ടന്റെ സാധനം പോകാത്തതിന്റെ പോയി കഴിഞ്ഞ് കൂട്ടിക്കോളും. നോക്കിയേ, ബൈക്ക് വരുന്ന നോക്കിയേ, കവർ ചെയ്ത ഡിയോ. ഓ താങ്ക് യു ഗൈസ്. നോക്കൂ, അതെ നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. ചേട്ടന് ഇതിന് ഫൈൻ കിട്ടിയോ ഇവിടെ? ഗൈസ് ഇതേ വണ്ടികളൊക്കെ ബ്ലോക്കായി. നമുക്ക് നേരെ വണ്ടിയിലേക്ക് കയറാം കേട്ടോ. ഓ വെരി നൈസ്. നല്ല ചൂട് ചേട്ടാ, നല്ല ചൂട്. ഗൈസ് ഈ കാർ ഉണ്ടല്ലോ BMW പോലെ കേട്ടോ, മസ്ത. അതിൻ്റെ ഇന്ത്യയിലൊക്കെ കണ്ടിട്ട് ഏകദേശം എനിക്ക് അങ്ങനെ സൺറൂഫൊക്കെ ഉണ്ട്. ഇതിനിവിടെ 10 ലക്ഷം രൂപയുള്ളൂ. US സ്പെക്ക് ആട്ടോ ഇത്, അല്ലേ? ഗൈസ് US ഇമ്പോർട്ടഡ് വണ്ടിയാണ്. ഇവിടുത്തെ ബസ്സുകളും ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു കേരള ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. എന്ത് ചെയ്യാനാ, മലയാളി ആയിപ്പോയില്ലേ? അല്ല ഇവനെ, ഇവിടെ ബർഗർ കിങ്ങിൽ പോകുന്നതും നമ്മൾ കേരള ഫുഡ് കഴിക്കുന്ന ഏകദേശം ഒരേ പൈസയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അങ്ങനെ നമ്മളൊരു നാട്ടിലത്തെ ഒരു 1500 ടാക്സി നമുക്ക് ജീവിക്കാം ചേട്ടാ. ഓ ടെസ്ല ടാക്സി ഗൈസ്, ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ടെസ്ല ടാക്സി ആയിട്ട്. പൈസ കൂടുതൽ ഇല്ലായിരിക്കും ഇവിടെ, ആണോ? ഓ ചേട്ടനെ പുള്ളി ആലിംഗനം ചെയ്ത് ഏത് രീതിയാണെന്നുള്ളത് അറിയത്തില്ല. ഗൈസ് നമുക്ക് കേരള ഭക്ഷണം കഴിക്കാം, അതിന് ശേഷം അന്വേഷിക്കാം, അതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ആദ്യം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഹോട്ടലിൽ പോകുന്നു. അതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മാർക്കറ്റിൽ പോകുന്നു. ഫ്ലൈറ്റ് ഒക്കെ പറക്കുന്നത് പോലെ വിചിത്രം കേട്ടോ. ചിലപ്പോൾ 4 5 ഒക്കെ ഇതേപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിഫറെന്റ് പ്ലേസസ് ഇൻ ഫ്ലൈറ്റ്. ഇങ്ങനെ അതെന്നെ സംബന്ധിച്ച ഫ്ലൈറ്റ് റൂട്ട് ഉണ്ട് ഇതിന്. അതായത് എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ അതല്ലടാ, നമ്മുടെ നാട്ടിൽ ഇത്ര വിസിബിലിറ്റി ഉണ്ടാവില്ല, ക്ലിയറൻസ്. നമ്മുടെ നാട്ടിൽ ഗോൾഡ് ജിം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഡക്കാത്തലോണില്ലല്ലോ. ഗൈസ് ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന റെസ്റ്റോറന്റ് അടുത്തെത്തി. ഈ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാരായിരിക്കും സർവീസ്. അല്ല, വേറെ AC ഞാൻ പറയട്ടെ ചേട്ടാ, നല്ല മണം വരുന്നുണ്ട്, നമ്മുടെ നാട് പോലെ തന്നെ. പക്ഷെ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണം ആദ്യം ഒന്നും പറ്റൂലായിരുന്നു കേട്ടോ. അതെ, ഈ കളറും സെറ്റപ്പും കൊണ്ട് ഞാൻ വിചാരിച്ചു മസാജാ, നല്ല കേട്ടോ ഫുഡാ. ഞങ്ങൾ അങ്ങനെ ഒരു മലയാളിനെ കണ്ട്, പേര് പറ. സഫീർ ചേട്ടനാണ് ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് വന്നത്. നല്ല കിട്ടുന്ന ഫുഡായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ലിബി ദോശ കഴിച്ചു, ഞാൻ ബിരിയാണി കഴിച്ചു, ചേട്ടനും ബിരിയാണി കഴിച്ചു. അപ്പോൾ ഞങ്ങൾ പൊക്കോട്ടെ കേട്ടോ, ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ കാര്യങ്ങൾ ചെയ്യട്ടെ കേട്ടോ. മീറ്റൊക്കെ ഗൈസ്. യെസ്, അപ്പോൾ ഞങ്ങൾ പോവാണ് സുഹൃത്തുക്കളെ. ഗൈസ് ബേസിക്കലി നമുക്ക് വേഗം പരിപാടി തീർക്കണം, എന്നാലും ഓരോ ടൂറിസ്റ്റ് പ്ലേസ് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ടൈമിൻ്റെ വിഷയമില്ല, കാരണം നമുക്ക് 30 ദിവസത്തെ വിസയുണ്ട് സുഹൃത്തുക്കളെ. ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും ഉണ്ടോ, ഏതോ കണ്ടെയ്നർ എടുത്തെടുത്ത് വെച്ചോല്ലോ കേട്ടോ. ഫൈനലി ഞങ്ങൾ വണ്ടി അങ്ങനെ മാർക്കറ്റിന്റെ പാർക്കിംഗ് കൊണ്ട് നിർത്തി. ഒരു നാട് എന്തെന്ന് അറിയണമെങ്കിൽ അവിടുത്തെ മാർക്കറ്റ് കണ്ടാൽ നോക്കി. നാട് എന്തറിയണം, നാട്ടുകാരെ അറിയണം, ഉള്ളിൽ അറിയണം. അതെ കൈസ് നോക്കി അപ്പാർട്ട്മെന്റ് നോക്കി കിളി മാറിപ്പോട്ടോ കണ്ടു കഴിഞ്ഞാൽ. ഞങ്ങൾ നേരെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി. ചേട്ടാ ആദ്യം നമുക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാം, എന്നിട്ട് നമുക്ക് തപ്പാൻ തുടങ്ങാം. ഇതൊക്കെ സ്പീക്കറും ലൈറ്റൊക്കെ കിട്ടുന്ന കടകളാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അസാമാന്യ മാർക്കറ്റ് തന്നെ കേട്ടോ. ഇവിടെ കുറച്ച് ലൈറ്റ് ഉണ്ടോ? ലൈറ്റും മേടിക്കാം, കുറച്ച് വണ്ടിയെ ഫിറ്റ് ചെയ്യുന്ന ലൈറ്റ്, അതുപോലുള്ള സംഭവങ്ങൾ, കഥാകൂത എല്ലാം. ഇതേ ചേട്ടാ ലൈറ്റ് നോക്കിക്കേ നിങ്ങൾ. ഇതിൻ്റെ
ഏരിയ ആട്ടോ ഇത്. ഒരു 5 ഏക്കറിൽ നിറച്ചുണ്ട് സാധനം. ഞങ്ങളെങ്കിൽ തപ്പി നടക്കട്ടെ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഇതിൻ്റെയൊക്കെ വില തന്നെയാണോ ഇവിടെ? ഞങ്ങളൊരു കടയിൽ കയറി, അവിടെ സെക്കൻഡ് ഹാൻഡ് ഉണ്ട് കേട്ടോ. 25,000 രൂപ, 5,000 രൂപ കൊടുക്കാൻ പറ്റും. നീ കണ്ടോ മറ്റേ സ്നോ മഡ് ടയറിൻ്റെ മറ്റേ സാധനം, എന്തിനാ സ്നോ ടയറിൻ്റെ മറ്റേ വീട് ചെയ്യുന്നതാ. ഇവിടെ നമ്മൾ ആവശ്യത്തിന് നോക്കി തേങ്ങ വാങ്ങിയൊന്നും കണ്ടില്ല. സെക്കൻഡ് ഹാൻഡ് ടയറുകൾ നമുക്ക് ആവശ്യത്തിന് കിട്ടിയില്ലോ. ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കും കേട്ടോ. ഇതുവരെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കേട്ടോ ഞങ്ങളിങ്ങനെ നടക്കുന്നത്. കിട്ടുവാണെങ്കിൽ ഊട്ടിയായിരുന്നു. അതെ അതെ, നമ്മുടെ ബാറ്ററി നമ്മുടെ ഹീറ്റർ വർക്ക് ചെയ്യുന്നതിൽ വർക്ക് ചെയ്യും ചേട്ടാ. അതിനാകുമ്പോൾ ഡീസലും ഗീസലൊന്നും ഒഴിക്കുകയും വേണ്ടല്ലോ. ഇവിടെ എവിടെ ഉണ്ട് സാധനം, ഇവിടെ എവിടെ ഉണ്ട്. ഞങ്ങളിതിങ്ങനെ നടക്കുക ചേട്ടാ. ഇതൊക്കെ പൊളി അങ്ങനത്തെ സ്ഥലങ്ങളായിട്ടാ അല്ലേ? ഓക്കെ, അതെ അതെ, വിൽക്കുന്ന കടകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എല്ലാവരും ഞങ്ങളെപ്പോലെ അതുപോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കും. നോക്കിയേ, ഇതൊക്കെ പൈപ്പ് അതുപോലത്തെ സാധനങ്ങൾ വിൽക്കുന്ന ജോർജിയൻ മാർക്കറ്റാട്ടോ. ഞങ്ങളിതേപോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ല. ഞങ്ങൾ കുതാ തുത ചുത ഒക്കെ വെച്ച് നടക്കുന്നു. അറബികളും കുതാ തുതയൊക്കെ വെച്ച് നടക്കുന്നു. ഇത് ടർബോയാ, എന്തോ കളിയാണല്ലോ, ഇവിടുത്തെ ലോക്കൽ കളി കേട്ടോ. സാധനം ആ കളിക്കാർ തന്നെ അറിയത്തില്ല, കണ്ടിട്ട് പോലില്ല അവര്. ഏത് വഴിക്ക് പോയി തപ്പും ചേട്ടാ. അത് യൂണിവേഴ്സൽ ടൈപ്പാ ചേട്ടാ. ചേട്ടാ യൂണിവേഴ്സൽ ടൈപ്പാ അത്. ആ എല്ലാം പോലീസ് സ്ഥലം ചേട്ടാ. നമുക്ക് അങ്ങോട്ട് ചേട്ടാ പോലീസ് സ്ഥലം ഏടാ. വെറുതെ ചോദിക്കാതെ അവിടെ കിട്ടും. ആരിലോടൊക്കെ ചോദിച്ചാൽ ഒരാളടുത്ത് അറിയത്തുണ്ടാവുള്ളൂ. ആ ഇവിടെ ചോദിച്ചു, ഇവനെ കണ്ടറിയും, ഇവൻ ഹെൽപ്പ് ചെയ്യും. ഫ്ലൈറ്റ് വന്ന് അതിന് മേലെ കൂടെ വേറെ ഒന്നും പോകുന്നുണ്ട് കേട്ടോ. നല്ല കാലാവസ്ഥയാണ്. ട്രക്ക് ഫ്രിഡ്ജ് ആട്ടോ അത്. കുക്കിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നത്. ഇതൊക്കെ വില തന്നെ ആവോ? ഇതുപോലെ കവറിലാണ് വരിക എന്നാ. ഈ ഫ്രിഡ്ജിന് തന്നെ വില എന്ന് ചോദിച്ചോട്ടോ. വെറുതെ ഒരു വെളിവും ഇല്ല കേട്ടോ. സ്ഥലം കിട്ടിയില്ല, ഒരു വിവരവും ഇല്ല എവിടെ ഇത് കിട്ടും എന്നുള്ളതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ എല്ലാം എന്താ സാധനം കളിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഗോട്ടി പോലത്തെ സാധനം. ഇത് പൈസ വെച്ച് കളിക്കുന്ന കളിയാണ്. ആണോ? കയറാൻ ചേട്ടാ. നമ്മൾ ഇവരോട് എവിടെ ഐഡന്റിഫൈ ചെയ്യും? ഇങ്ങനെ കാറും കൊണ്ട് പോട്ട് പോവാം. വിമാനം ഒരു വിമാനത്തിന് ഫോളോ ചെയ്യുന്നു. താഴെ മേലെ ഇല്ല, ഇത് ഒന്ന് രണ്ടെണ്ണം അതേ പോകുന്നു. വട്ടാണോ? ഗൈസ് ഫൈനലി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. വെറുതെ പട്ടി ചന്തയ്ക്ക് പോലെ പോയിട്ട് വന്നു. സംഭവം കിട്ടിയില്ല. ബത്തൂമിയില ഇതല്ല, തോറ്റുപോയി. ബത്തൂമി അതായത് അവിടെയാണ് പിന്നെ പോർട്ടും മറ്റേ എല്ലാ വലിയ വണ്ടികളും വരുന്നത്. യെസ്, നമ്മൾ ഇനിയിപ്പോൾ ഈ വണ്ടി എടുത്ത് AC യും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ മറ്റേ പാഡും ഇത് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട് ചേട്ടാ? ഓ, only 2 minutes. എബിനെ അവിടെ AC-യുടെ അവിടെ ചിലപ്പോൾ അവർക്കറിയാം ഇത് എവിടെ കിട്ടുമെന്നുള്ളത്. സെക്കൻഡ് ഹാൻഡ് ഞങ്ങൾ എത്രയാണ് പറഞ്ഞത്? 25,000 രൂപ. പുതിയതിന് എത്ര ഉള്ളൂ? ഈ പുതിയതിന് 30,000 രൂപ ഉള്ളൂ. നമ്മൾ ഇവിടെ ഉള്ളവരല്ലല്ലോ തോന്നുന്ന വിലയെന്ന് പറയും. ഗൈസ് ഫൈനലി വണ്ടി സ്റ്റാർട്ടായി. നമ്മൾ നേരെ വണ്ടി ഗ്യാസ് അടിക്കാനും ബ്രേക്ക് പാഡ് മാറ്റി. എങ്ങനെ എടുക്കും നോക്കണേ. നമ്മളെ 3 ലക്ഷം രൂപ ഉണ്ട്, പേടിക്കണ്ട. നീ അവിടെ നോക്കിയോട്ടോ, ഞാനിവിടെ കയറ്റും. മറിക്കും. എൻ്റെ അമ്മേ, എങ്ങനെ ഇട്ട് കൊണ്ടുവരണം? ഫൈനലി വണ്ടി തിരിച്ചെടുക്കട്ടെ കേട്ടോ. ഫ്രണ്ട് കിട്ടുമോ? വരുവോ? ബേക്കോ എടുത്തോട്ടെ. കിട്ടുവോ? ഫ്രണ്ട് തട്ടോ? ആണോ? ഓടിച്ചോ. ഉറപ്പാന്നേ? നേരെയൊക്കെ ഇല്ല, ഇത് മൊത്തം ഒടിച്ചു വെക്കുക. വലിയ വണ്ടി. വാ കയറുക. അല്ലേ എല്ലാം വലിയ വണ്ടിയാ. പ്രത്യേക സ്ഥലത്തേക്ക് കയറി വരണം. ഗൈസ് നോക്കൂ, ഇവിടെ വിചിത്ര നിയമങ്ങളാട്ടോ. പൊന്നേ, ഓ പറഞ്ഞ് മടുക്കും. ഒന്നാമത് വേറെ രാജ്യത്തെ വണ്ടി ഇവിടെ പണിയൂല. എനിക്കറിയില്ല കേട്ടോ, ഇവിടെ എല്ലാം തുർക്കിന്ന് വരുന്നതെന്നാണ് ഇപ്പൊ ഇവരോട് ചോദിച്ചു പറഞ്ഞത്. നിങ്ങൾ മലയാളികളാണ്. പേരെന്നാ? ഹാനി. വീട് എവിടെയാ? കോഴിക്കോട്. വീട് എവിടെയാ? തൃശ്ശൂര്. എൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്ന എല്ലാവരും പോയോ? ഗൈസ് ഇതിപ്പോൾ വണ്ടിയുടെ ഇത് തുറന്നു കൊടുത്താൽ പണിത് തരും. എനിക്കറിയില്ല കേട്ടോ, എൻ്റെ AC-യുടെ ഗ്യാസ് ഫില്ല് ചെയ്യാതെ പണിയും നടക്കൂല. അതിന് അടിച്ചിട്ട് കാണിച്ചു കൊടുക്കുക. സ്ക്രൂ ഡ്രൈവർ തരാൻ പറഞ്ഞാൽ മതി. എടാ നീ മാറ്, ഞാൻ ചെയ്തുതരാം. ടെസ്റ്ററിലൊന്നും നടക്കില്ല. എൻ്റെ സ്ക്രൂ ഡ്രൈവർ തരാൻ പറഞ്ഞേ. ഈ ഒരു ബോൾട്ട് മാത്രം അടിച്ചാൽ മതി.
ഇവന്മാരുടെ അടുത്തില്ല. ഒരു സ്ക്രൂ ഡ്രൈവർ തരാൻ പറഞ്ഞ ചേട്ടാ. പക്ഷെ എന്താ ചെയ്യാ, മൊത്തം കോമഡി പീസുകളാട്ടോ ഇവിടെ. ഏത് ഭാഷ ചോദിക്കുക? ഇവിടെ ഇവന്മാർ പറയും ഇവർക്ക് സ്വന്തമായിട്ട് ഇവിടെ വണ്ടിയുണ്ട്. അവന്മാർ പറയുന്നത് ഇവിടെ ഒരു പരിപാടിക്ക് നിൽക്കാതിരിക്കുന്ന തടിക്ക് നല്ലതെന്നാട്ടോ പറയുന്നത്. എന്താണാവോ അങ്ങനെ? ചേട്ടാ എടാ ലിബിനെ, ഇവിടെ AC വെക്കരുതെന്ന്, എല്ലാം തുർക്കിന്നാ വരുന്നതെന്ന്. പ്രിൻസ് ചേട്ടാ, മറ്റേ ആ കോ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്നതിന് ആ ഫ്രണ്ട് ഭാഗമല്ലേ തുറക്കണ്ടേ? അല്ല ചേട്ടാ, ഇവിടെ AC ഇത് ചെയ്ത കാര്യമില്ല, ഗ്യാസ് ഇറക്കാൻ പറ്റില്ല. പകുതി പേർക്ക് വണ്ടി കാണുമ്പോൾ തന്നെ പറ്റില്ല എന്ന് പറയും. അപ്പൊ അവിടെ നിന്നല്ല ഗ്യാസ് ഫില്ല് ചെയ്യുന്നേ വെച്ചിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ AC ഇത് ഫില്ല് ചെയ്ത് തരാന്ന് പറഞ്ഞു കേട്ടോ. ഒരെണ്ണവും കൂടി ഉണ്ട് നടുക്ക്. ഇതേ ഇരിക്കുന്നു, ഇതെവിടെ ഉണ്ട്. ആ 2 ഉള്ള ആകെ, ബാക്കിയെല്ലാം നമ്മൾ ഊരിക്കളഞ്ഞു. ചേട്ടാ ഇവിടെ ഒന്നും ചെയ്യാതിരിക്കുന്നല്ലേ എന്ന് ചെയ്യണോണ്ട് കുഴപ്പമില്ല. അല്ല, സാധനത്തിനൊക്കെ വില കൂടുതലാന്ന്. ഗ്യാസിനൊന്നും വലിയ വിലയില്ല. അതല്ലപ്പാ ഞാൻ പറഞ്ഞ AC ഒക്കെ ബത്തൂമി എന്ന്. ഈ എക്സ്പോർട്ട് ചെയ്ത് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പോർട്ട് ചെയ്ത് വണ്ടി വരുന്നതുകൊണ്ട് അന്യ രാജ്യ വാഹനങ്ങളുള്ളതുകൊണ്ടൊക്കെ എന്തൊക്കെയോ സംഭവം ഉണ്ട് ഇവിടെ. പറ്റുന്നില്ലേ? ആണോ? മാറാ, ഇത് പിടിച്ചേ. ഒരു വിധത്തിൽ 3 എനിക്ക് വന്നാ പടം പൊട്ടുവന്നാ. കിട്ടിയോ ചേട്ടാ? 2 കിട്ടിയോ? എങ്ങനെയാട്ടോ ഇവിടെ ഗ്യാസ് അടിക്കുന്നത്? LP, HP, LP, HP. ഇതിനകത്തില്ല. നോ ഗ്യാസ്. ഗ്യാസ് ഇല്ലെന്ന് പറയാ. അല്ല ചേട്ടാ, ഇവരും ചെയ്ത് തരൂല. എങ്ങനെയാണ് കാര്യം നടക്കട്ടല്ലേ ഇവനെ? കറക്റ്റ് ഫില്ല് ചെയ്യണേ. കോമഡിയാണ് കേട്ടോ ഇവിടെ. ആണോ? ജോലി ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നത് പക്ക റേസിസാ, വേറെ ഒന്നുമല്ല. ഇവിടുന്ന് ഈ രാജ്യം ഇവിടെ എത്തുന്നല്ലേ, ഞങ്ങൾ പഠിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഇവിടുന്ന് 16,000 രൂപ ഇന്നലെ അടിച്ചു കൊടുത്തു. എന്തിനാ? ലൈസൻസ് ഉണ്ടെങ്കിലും ഫേക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ നമ്മുടെ നാട്ടിലെ RTOന്റെ പേപ്പർ, ആ ലൈസൻസ്, ആ IDP ഇവിടെ ഫേക്കാ. അവർക്ക് കാർഡ് വേണം. ഇവിടുത്തെ ബാക്കി എല്ലാ രാജ്യത്തും ഇന്റർനാഷണൽ ലൈസൻസ് കാർഡാണ്. നമ്മുടെ മാത്രം ഈ പേപ്പർ. അല്ല, നിങ്ങൾക്ക് കാർഡ് എടുക്കാമല്ലോ. കാർഡ് എടുത്താലും അത് ഫേക്കാന്ന് പറഞ്ഞിട്ട് 500 രൂപ ലൈസൻസ് ഉണ്ട്. അമേരിക്കൻ ലൈസൻസ് എടുത്തായിരുന്നോ? പാവത്തിന്റെ കണ്ണ് മൊത്തം മണ്ണായി. ചേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടില്ലല്ലോ. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടില്ലല്ലോ. കറക്റ്റാണ് കൊടുത്തേക്കുന്നത് കളറ്. പുള്ളിപ്പം ഫില്ല് ചെയ്തിട്ട് കേട്ടോ. ഒരു തുള്ളി ഗ്യാസ് ഇല്ല. എത്രയാന്നൊക്കെ ദൈവത്തിനായിട്ടല്ലോ. ലാറിന്ന് എന്ന് വെച്ചാല് അതെനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? അവിടെ നല്ല കൂളിംഗ് ആയിക്കോട്ടെ എന്ന് പറ. എന്ന് വെച്ചാല് ടാങ്ക് കപ്പാസിറ്റി എത്രയാ ചേട്ടാ? ഗൂഗിൾ അടിച്ചേ. മൊത്തം കോമഡി ആട്ടോ. ഇനി പിന്നെ ബ്രേക്ക് പാഡ് ഒന്ന് മാറ്റണം. അതിനി ഞാൻ ആരെ സമീപിക്കുമെന്ന് എനിക്കറിയില്ല. ബ്രേക്ക് പാഡ് എവിടെ നിന്നാ മാറ്റാൻ പറ്റുക? എന്ന് കിട്ടുക? സ്കൂളോ? ഇതന്നെ സ്കൂളാണോ? അല്ല ചേട്ടാ, ഒട്ടും പറയാനില്ല കേട്ടോ. അപ്പം അല്ലടോ, നിങ്ങൾ എത്ര വർഷമായി? ഇനി എത്ര വർഷം കൂടെ ഉണ്ട്? 4 വർഷം കൂടി. അല്ല ചേട്ടാ, ഇങ്ങനെ ആകാൻ കാരണം എന്നാ? ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർക്ക്. പിന്നെ ഇന്ത്യൻസ് കൂടി തുടങ്ങി ഇവിടെ. കാനഡ UK പോലെ ഇന്ത്യൻസ് ഇവിടെ കൂടി തുടങ്ങി. ഇന്ത്യൻസ് ജോലിക്ക് വരാൻ തുടങ്ങി, സ്റ്റുഡൻസ് എല്ലാം. പിന്നെ അങ്ങ് ഇവർക്ക് തുടങ്ങി ആരെ കണ്ടാലും പൊക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമിഗ്രേഷൻ. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ വോൾട്ട്, യാൻഡെക്സ് ഇതിലൊക്കെ ഇന്ത്യക്കാർ പണിയെടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ വോൾട്ടി പണിയെടുത്തിട്ടാണെങ്കിൽ നീ ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ എനിക്കായിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്നു തന്നത്. അങ്ങനത്തെ അവസ്ഥയാവാൻ തുടങ്ങി. നജീബിക്കാനെ വിളിച്ചു ചോദിക്കുക കേട്ടോ. നജീബിക്കാനെ വിളിച്ചു ചോദിക്കുകയാണ് ഗ്യാസ് എങ്ങനെ നിറക്കേണ്ടത്. വണ്ടി ഓണാക്കി ഇട്ടു. കംപ്രസർ പിടിക്കുന്നില്ലേ? ഊമ്പിയോ?
പിന്നെ നീ ഇപ്പുറം വന്നേടാ, അപ്പുറം വന്നേ. ഇതെല്ലാം ഊരിയിട്ടേക്കോ കേട്ടോ, കംപ്രസർ പിടിക്കുന്നില്ലേ മണ്ടാരം. അതിൻ്റെ അടിയിലൊരു ഇതുണ്ട്, ഫ്യൂസ്. അത് തുറന്നു നോക്കിയേ. പോയോ? ഊരിയെടുക്കടാ. പണ്ടാരം ഫീസ് പോയത്. മിണ്ടണ്ട എന്നാ ഗ്യാസ് ഉണ്ടാവും. ഗ്യാസ് ഉണ്ടോ? നിറഞ്ഞിട്ടില്ലല്ലോ, കയറിയിട്ടില്ലല്ലോ തുള്ളി പോലും. കാണുന്നതായിരുന്നു ഇതിന്റെ ഫീസ്. പോയി, കാശ് പോയി. ഫീസ് പോയതായിരുന്നു കേട്ടോ. എന്നാലും നിറച്ചിട്ടാക്കാം, അവിടുത്തെക്കാലം പകുതി പൈസയിലേ ആവുള്ളൂ അല്ലേ? അടയ്ക്കാടാ, അടയ്ക്കുന്ന ഇതൊക്കെ എന്ത് സാധനം റെഡിയായി. പിന്നെ ബ്രേക്ക് പാഡ്, ചേട്ടാ ബ്രേക്ക് പാഡ് മാറി തരുമോ എന്നോട് ചോദിച്ചേ. എല്ലാം റെഡിയായി അല്ലേ? എല്ലായിടത്തും ചെന്ന് നമ്മൾ തന്നെയാണല്ലോ ഈ സാധനം റെഡിയാക്കുന്നത്. അതിന്റെ ഇടയിലേക്ക് കയറുന്നു. പറ്റൂല, കാര്യം പറഞ്ഞു. ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കാവോ നീ ചേട്ടാ? പറ്റൂല. തെറിയട്ടെ ഞങ്ങളെ, അത് നോക്കിയിട്ട് കാര്യമില്ല. പണിയെടുക്കാൻ പറ്റില്ല അവർക്ക്. ഇതാണല്ലേടാ ഫീസ് പോയേ. നോക്കി ഇനി ട്രെയിനിന്റെ പാട് അത് പറ്റൂല. ഞാനും പറഞ്ഞ പോലെ അല്ല, ഇത് തന്നെ ഇവിടെ തട്ടുന്നുണ്ട്. നമ്മൾ നമ്മുടെ വണ്ടിയുടെ ചേട്ടാ അത് ഇടണ്ട, പൊക്കി പിടിക്കാവോ? നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഇത് മാറ്റി വൈപ്പർ. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗ്ലാസ് ക്ലിയർ ആവും കേട്ടോ. ഇച്ചിരി നീളമുള്ള ഇട്ട് എന്നാന്ന് വെച്ചാൽ ഗ്ലാസ് നല്ല സെറ്റപ്പായിട്ട് വൃത്തിയാവും. ബ്രേക്ക് പാഡ് മാറ്റാനാണ് നമ്മൾ പെട്ടുപോയത്. ചേട്ടാ ഇവിടെ 24 മണിക്കൂർ പണിയെടുക്കുന്ന കടകളില്ല ചേട്ടാ? ആ ഇല്ല, അത് അതിനകത്ത് തന്നെ ഇറക്കി വെച്ചേട്ടാ. എന്നാ ചേട്ടാ അടുത്ത സ്ഥലത്ത് കൊണ്ടുവന്ന ടയറിന്റെ സാധനം, ഗ്യാസിന്റെ സാധനം പുള്ളിക്കൊരു പേടിയുന്നത് നോക്കാൻ. വെറുതെ അടിച്ച് കയറ്റി വിട്ടാൽ മതി പറ. കറക്റ്റായിട്ട് നോക്കി കയറ്റി വിട്ടാൽ മതി. അതിനാ കാരണം പുള്ളി ആദ്യമായിട്ടല്ലേ നോക്കണേ. അല്ല കണ്ടാൽ മനസ്സിലാവും. ഒന്ന് നോക്കാൻ പറഞ്ഞ ചേട്ടാ, ജസ്റ്റ് നോക്കാൻ പറ. പൈസ ആദ്യത്തെ സ്ഥലത്ത് ഞങ്ങളെ പറ്റിച്ച് ചേട്ടാ, പറഞ്ഞിട്ട് കാര്യമില്ല. പേടിക്കണ്ട, നോക്കാൻ പറ. എങ്ങനെയായാലും പണിതെടുക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇവിടെയും കിട്ടുന്നില്ല. ഇതൊരു വേറൊരു ഗാരേജിൻ്റെ ഏരിയ. ഭയങ്കരമായിട്ട് അടുത്താണല്ലോ പറന്ന് പോകുന്നത്. അങ്ങോട്ടാണോ പോകുന്നത്? ഇതിൻ്റെ ഒന്നുമില്ല, ഗ്യാസും ഫില്ല് ചെയ്ത പാടും ഒന്ന് മാറ്റിയ പരിപാടി കഴിഞ്ഞു കേട്ടോ. എത്ര ആണോ? അല്ല നോക്കുമെന്ന് നോക്കിയേ ജസ്റ്റ് ഒന്ന്. ആണോ? പാടോ? ബ്രേക്ക് പാടും ഇല്ല. ആണോ? എ സി ഇവർക്ക് ഇത് നോക്കാൻ അറിയത്തില്ല. ഇത് സ്പിൻഡർ പണിയുന്ന എവിടെ അവിടെ കൊണ്ടുപോകണം, അത് നടക്കുള്ളൂ. ആണോ? അവിടെ വരെ ഇത് ഓടുവാടാ? വണ്ടി ഓടൂലേ? ഇത് പോകുന്നു. ബ്രേക്ക് പാഡ് ഓടും, പോകും. ബ്രേക്ക് പാഡ് മാറണം. ആ ചേട്ടാ, വേറെ എ സി നോക്കുന്ന കടകൾ നമ്മുടെ ലൊക്കാലിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ എന്നാ പറയുന്നത്? അലൈൻമെന്റും ചെയ്യണേ. ആ ഗൈസ് നോക്കൂ, ഫൈനലി എന്റെ ജോജ, ഞാനാ ലിബിന, പൈസ കൊടുക്കാനുള്ളവരല്ല. എ സിയുടെ പിന്നെ മനസ്സിലാകുന്നില്ല കേട്ടോ. ആദ്യം കൊടുത്ത് വാഷ് ഔട്ട് ആയി. ജോജ ചേട്ടനല്ലേ? എന്റെ പൊന്നി കേട്ടോ, സോറി കേട്ടോ. ഞാൻ ജോജോന് എ സിയുടെ വർക്ക് ചെയ്യുന്ന ആളെ വിളിച്ചു. സോറി കേട്ടോ, സോറി കേട്ടോ, സോറി കേട്ടോ. ഞാൻ വാട്സാപ്പിൽ ഒരു മെസ്സേജ് കേട്ടോ. സോറി കേട്ടോ, ആള് മാറിപ്പോയതാ. സോറി കേട്ടോ. നല്ല സമയം ഇന്നത്തെ. നജീബ് ഖാനോ? നജീബ് ഖാൻ അറിയാവോ? നജീബ് ഖാൻ അറിയാവോ? നജീബ് ഖാൻ നമ്പർ മാറി തന്നാ. സോറി കേട്ടോ. നല്ല സമയം. സൂപ്പർ വാഷ് ഔട്ട് ആയി പോയിട്ടോ ഉണ്ടായിരുന്ന എ സി. നമ്മൾ ഒരു സ്ഥലം കൂടി ഇപ്പൊ കിട്ടുമെന്നാ പറയുന്നത്. നോക്കാം കേട്ടോ. നമ്മൾ അറിഞ്ഞില്ല, ആവശ്യമില്ല. നീല ലൈൻ മാത്രം കണക്ട് ചെയ്താൽ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഫില്ല് ചെയ്യാൻ നോക്കുമ്പോഴേ ഞങ്ങളുടെ വണ്ടി ചുമപ്പ് ക്ലോസ് ചെയ്യാ. എ സി പണിയെടുത്ത് ജോജ ചേട്ടൻ കേട്ടോ. അടി കൂടെ നീല കൊടുത്താൽ മതി ഗ്യാസ് അല്ലേ? ഏറ്റവും അടിയിലുള്ളത് കേറിക്കോളൂ അല്ലേ? ഓക്കെ, ഡൺ ഡൺ. നമ്മൾ നേരത്തെ ഉൾട്ടായി പോയോ? നേരത്തെ ഉൾട്ടായിരുന്നു കൊടുത്തതാണ്. ഏതാണ്? അപ്പൊ ഇനി വാക്യൂം ചെയ്യണം അല്ലേ മൊത്തത്തില്?
ഗ്യാസ് വലിക്കൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇനി ഒന്നുകൂടി വാക്യൂം ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യണം. ഫുള്ള് കളയണം. അതല്ല ഇവരിപ്പോ നേരത്തെ ചെയ്തപ്പോ ആക്ച്വലി തിരിഞ്ഞു ഏതോ പറഞ്ഞോ നേരത്തെ ചെയ്തപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് റിവേഴ്സ് ആയി പോയിട്ടുണ്ട്. കാരണം അവർക്ക് ലൈൻ ഏതാന്ന് മനസ്സിലായിട്ടുണ്ടായില്ലേ. അപ്പൊ ഹൈ പ്രഷർ ലൈൻ കൊണ്ടുപോയിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അവര് റിമൂവ് ചെയ്തായിരിക്കും. അതിന്റെ റിമൂവ് ചെയ്യാൻ പറ്റും തോന്നണം അല്ലേ? തുറന്നു കളയാൻ പറ്റും. അപ്പൊ തുറന്നു പോയിട്ടുണ്ടാവും, ഉള്ള ഗ്യാസ് പോയി. അപ്പൊ അതാണ് 300 ഗ്രാമിൽ നിന്ന് പോയത്. അപ്പൊ എന്താ സംഭവിച്ചത്? 300 എത്ര ഗ്രാം അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എത്ര ഗ്രാം കേട്ടണ ഐ സി ഐ മീൻ ഗ്യാസ്? 1050 അപ്പൊ 2 ടിന്നെ കേട്ടോ. 2+1 അല്ലേ? ഓക്കെ ഡൺ. അങ്ങനെ ചെയ്യാം. അപ്പൊ അതാണ് നേരത്തെ പറ്റിപ്പോയത്. അതാണ് അവർ ആദ്യം ചോദിച്ചത്. ബ്രേക്ക് പാഡ് മാറ്റി തരുമെന്നാ പറഞ്ഞേട്ടോ. ഞങ്ങൾ അത് നോക്കി നിൽക്കുക, വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് കഴിഞ്ഞ് കഴുകാലടാ. ആണോ? പറഞ്ഞില്ലേ ജോജോ ഒന്ന് ഫോൺ എടുത്തായിരുന്നെങ്കിൽ, ജോജോ നിങ്ങളൊന്ന് ഫോൺ എടുത്തായിരുന്നെങ്കിൽ എന്റെ 1800 രൂപ കണ്ണിൽ കൂടെ പോയി അങ്ങോട്ട്. ഞാൻ നിങ്ങളെ എത്ര വട്ടം വിളിച്ചു, ഫോണൊന്ന് എടുത്ത് നോക്ക് നിങ്ങള്. ഗൈസ് ഞങ്ങൾ അടുത്ത സ്ഥലത്ത് കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ എത്ര? 8:30. ഇവിടെ എത്ര? 8 മണിയോ? 8 8:30. ആ വീണ്ടും പോയോ കയ്യിൽ നിന്ന്? 8:30. ദാറ്റ്സ് കറക്റ്റ് ഗൈസ്. നമ്മുടെ ബ്രേക്ക് പാഡ് അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ കുറേ മലയാളി ചേട്ടന്മാരെ കിട്ടി. പേരെന്നാ? കാർത്തിക്. വീട് എവിടെയാ? കൊല്ലം. ചേട്ടനോ? മലപ്പുറം. ചേട്ടനോ? ട്രിവാൻഡ്രം. യെസ് ഗൈസ്, ഇത് തന്നെയല്ലേ? എൻ്റെ കൂടുതലുള്ളവൻ എന്ത്? അങ്ങോട്ട് പോയി. ഇത് തന്നെയാണെന്ന് തോന്നുന്നുട്ടോ. 4 സെറ്റ്. ശരിയാ, മെയ്ഡ് ഇൻ ഇന്ത്യ, ബോഷ്. ഇത് തന്നെ സാധനം. ഇതെങ്ങോട്ടോ ഇയാളൊക്കെ പോകുന്നത്? പിടിക്കട്ടെ, ജോർജിക്കാരനെ പിടിക്കട്ടെ. ഗൈസ് ആവേശമാണോ? ഗൈസ് ആവേശം വരുന്നതാണല്ലോ ഇവനെ. അതെ, ഞാൻ പിന്നെ വണ്ടി നോക്കിയതാ. ബ്ലാക്കാരൻ ഗൈസ് നോക്കൂ, ഇവിടെ ഭയങ്കര കോമഡിയാണ്. ഇത് കണ്ടോ, നമ്മുടെ ടയർ ഊരിയെടുത്തു. രായ്ക്ക് രാമാനായിട്ടോ പണി നടത്തുന്നത്. വേറെ കാര്യമുണ്ട്, കിരികിരാന്ന് പറഞ്ഞ സൗണ്ടാ. ചേട്ടാ കണ്ടിട്ട് ഡിസ്കിന് കുഴപ്പമൊന്നുമില്ലോ? ഇല്ല നോക്കി ഇല്ല. ആണോ? കിരികിരാന്ന് പറഞ്ഞ സൗണ്ടാ കേട്ടോ. അല്ല ഇപ്പുറം ചെറിയ കട്ടിപ്പൊന്നും നോക്കിയാൽ ലാസ്റ്റ് ഭാഗത്ത് എഡ്ജില് ആണോ? ഇന്നലെ 2 ദിവസമായി കിരികിരി തുടങ്ങിയിട്ട്. അതിപ്പോൾ ഊരി എടുക്കും പറയാട്ടോ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാന്നൊക്കെയുള്ള സംഭവങ്ങൾ. എ സിയിൽ എന്തെങ്കിലും വകുപ്പുണ്ടോ കേട്ടോ ഇപ്പം അടിക്കാൻ വേണ്ടി? ഉണ്ടോ ഗ്യാസ് അടിക്കാൻ? നേരത്തെ ചെറിയ ഉൾട്ട പറ്റിപ്പോയി. ഞങ്ങളുടെ പിന്നെ കംപ്രസറിന്റെ ഫീസ് പോയതായിരുന്നു, ഞങ്ങൾക്കത് അറിയില്ല. നേരത്തെ ഗ്യാസ് ഉണ്ടായിരുന്നു, എല്ലാം ഉൾട്ടയായിപ്പോയി, ഗ്യാസ് ഇറങ്ങിപ്പോയി. പുള്ളിക്കാരൻ്റെ പണി അറിയാം കേട്ടോ, അല്ലേ? അറിയാവുന്ന ആളാ കേട്ടോ. വന്നു ചടാടാന്ന് പണി പുള്ളിക്കാരൻ ആവേശം കരുതുന്നു. ഇവിടെ എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ ചേട്ടാ. ഇവിടെ തന്നെ കേട്ടോ പല സ്ഥലത്തും അർമേനിയും അല്ല ജോർജിയൻ വണ്ടി മാത്രമേ പണിയുള്ളൂ എന്ന് പറയുന്നത്. അതെ, ഞങ്ങൾ കുറെ സ്ഥലത്ത് പോയി ചോദിച്ചു പറഞ്ഞു. മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പാർട്സിന്റെ അതിന്റെ പ്രശ്നങ്ങള്. ഇപ്പോൾ മുമ്പ് ഇവിടെ വന്നിട്ടുള്ള നാട്ടിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വണ്ടികളുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള വണ്ടികളിൽ വേറെ വണ്ടിൻ്റെതൊക്കെ എടുത്തിട്ടാണ് നമ്മള് സെറ്റ് ചെയ്യുന്നത്. അത് എല്ലാവരും ചെയ്യണമെന്നില്ല. ചില ആൾക്കാർ ഇപ്പൊ നമ്മളെ പരിചയത്തിലുള്ള നമ്മളെ മലയാളീസിന്റെ വണ്ടി മാത്രം പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരോട് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ചെയ്തു. അല്ലാതെ ജോർജിയക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല. ഞാൻ വണ്ടിയുടെ അടിക്കറി കിടക്കുക, എന്നിട്ട് ഞാൻ ചേട്ടാ ഇവിടെ ഇലക്ട്രിക്കൽ സാധനം മേടിക്കാൻ ജോർജിയാണോ അർമേനിയാണോ തുർക്കിയാണോ നല്ലേ? ഇവിടെ നല്ലതല്ല എന്തായാലും. അല്ല എനിക്ക് ചീപ്പ് ഇവിടെ ആണ്. ഞങ്ങൾ മേലൊരു മറ്റേ 12 വോൾട്ടിന്റെ AC കയറ്റുന്നുണ്ട്, ടോപ്പ് AC. ഇവിടെ ആയിരിക്കും നല്ലത്. പക്ഷെ കിട്ടാനുണ്ടോ? അതൊന്നും ചോദിച്ചു നോക്കാം. ഞാൻ ഒരു ജോർജിയനോട് ഞാൻ വിളിച്ചായിരുന്നു ഓട്ടോ പറഞ്ഞത് 10 എടുക്കാനാണ്. അതാണ് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ തുർക്കി ആയിരിക്കുമല്ലോ മെയിൻ ഏരിയ. ഇപ്പൊ നോക്കിട്ട് കാര്യമില്ല, തുർക്കി തന്നെ ആവാം. എന്താ? ഓ ഗൈസ് ദേ നമ്മുടെ മറ്റേ ബിൽഡിങ്. എൻ്റെ പൊന്നെ, ഇതിൻ്റെ ഇടയിൽ കൂടെ അല്ലേ നമ്മൾ രാവിലെ പോയേ? ഓ ഗൈസ് ഇതാണ് ആ ബിൽഡിങ് കേട്ടോ. അതായത് ഇങ്ങനെ കണ്ടെയ്നർ എടുത്ത് വെച്ച പോലത്തെ ഒരു ബിൽഡിങ്.
പൊളി കേട്ടോ. ഇത് ബേക്ക് താഴെ ഒരു തൂണുപോലെ എന്തോ ബാങ്കോ അങ്ങനെ സംഭവം അങ്ങനത്തെ എന്തോ ഒന്നാണ്. ഇവിടെ CNG LPG ഒക്കെ ഉണ്ടോ? തിരിക്കട്ടെ, അവിടെ തന്നെ പോവോ? ഓ കാശ് ഇവര് പറയുന്നത് എന്നാന്ന് ചോദിച്ചാല് ഇതിന് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് ബ്രേക്ക് പാഡിന്. വേറെ എന്തോ സൗണ്ടാണ്. ആണോ? അതിന്റെ സൗണ്ട് വരുന്നാവോ? എന്നാ നോക്കാമെന്ന് ചോദിച്ചാ എന്നാ എന്ന് കൊടുത്തവനെ സൗണ്ട് അത് കൊടുത്തേ. എന്തോ സാധനം ലൂസായ പോലെ സംഭവം ബ്രേക്ക് പാഡിന്റെ അല്ല കേട്ടോ. ബ്രേക്ക് പാഡ് ഫുള്ളാന്നാ പറഞ്ഞത് അല്ലേ? ഇത് ഫുള്ള് ആണോ? ഒരു കുഴപ്പമില്ല. അതിന്റെ ആയിരിക്കും. ഇതിന്റെ അടിയിൽ നിന്ന് ഒരു കിരികിരാന്നൊരു സൗണ്ടാണ് ഇപ്പൊ. ഷോക്കിന്റെ ആണെന്ന് വെച്ചേ ഒരു കിരികിരാന്നുള്ള സൗണ്ട് ഇല്ല. വെറുതെ ടയർ ഊരി ഇട്ടു കേട്ടോ. ഇതാണ് ഇനി കിരികിരിന്നുള്ള സൗണ്ട് അല്ലേ? എന്തോ ബോൾട്ടോ അല്ലെങ്കിൽ എന്തോ അങ്ങനത്തെ എന്തോ സാധനം എനിക്ക് വന്ന പുള്ളിയില്ലേ, പുള്ളി എടുത്ത് ഷീറ്റ് ഉണ്ട് കേട്ടോ. ചേട്ടൻ ഒന്ന് കണ്ണിൽ കൂടെ മറ്റേ മണ്ണ്. അതെ, അങ്ങനെ എടുക്കാനാ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അടിക്കാം. ഗൈസ്, നമ്മുടെ കംപ്രസർ പോയെന്നൊക്കെയാ പറയുന്നത് കേട്ടോ. ഇവിടുന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുത്ത് അപ്പം നമുക്ക് കിടക്കാം. കൊടുത്തു ഇതിനാ കൊടുക്കുന്നത്? എന്തേലും ആദ്യ രാത്രിയോ? ഇവനെ അവിടെ നൈസായിട്ട് അവിടെ ഇത് എടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അവിടെ പൊടിച്ചിട്ടിട്ടുണ്ടെന്ന്. അല്ല, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇവിടെ നാരി വെച്ചാലും അതിന്റെ ഉള്ളിൽ വയറെല്ലാം ഒന്ന് തന്നെയല്ലേ? പവർ കുറഞ്ഞു വരുള്ളൂ. ഗേജ് പോയി കിടക്കമ്മണി. അതിന്റെ ഓൾറെഡി സ്ലീവ് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വീടില്ലേ? അങ്ങോട്ട് മാറിയിരിക്കും. അങ്ങോട്ട് അവിടെ എങ്ങനെ മേടിക്കണം ചേട്ടാ? ക്ലിപ്പല്ല, അത് ജസ്റ്റ് ഒന്ന് അതിന്റെ അത് മുട്ടിച്ചു കൊടുത്താൽ മതി. അത് ഓൾറെഡി സ്ലീവ് ഇട്ട് വെച്ചേക്കണം. ഒരു മിനിറ്റ് പിടിക്കട്ടെ. ഇത് കംപ്രസർ. ആ വയറിന്റെ ഇതൊന്ന് ഓടിക്കേ, എന്നിട്ട് AC ഓൺ ചെയ്യണം. കറണ്ടി കൊടുത്തിട്ട് ഓൾറെഡി ചൂടാവണ്ട. വണ്ടിപ്പണി സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞങ്ങൾ 2 ബിരിയാണിയും സംഭവങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണിയും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞങ്ങൾ അന്ന് വന്ന റെസ്റ്റോറൻറ്റ്, അതായത് വീഡിയോ കണ്ടവർക്കറിയാം, ഇവിടെ നിന്നാണ് നമ്മൾ മറ്റേ ചട്ടിച്ചോറും ചിക്കൻ ഫ്രൈ അതും കഴിച്ചിട്ട് പോയത്. അപ്പം അവിടുന്ന് തന്നെ രണ്ടാമത് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ ഞങ്ങൾക്ക് തന്നത് നോക്കൂ ഗൈസ്. നോക്കൂ. പിന്നെ അതുപോലെ ചിക്കൻ കറി, പൊറോട്ട, മീൻ വറുത്തത്, ബിരിയാണി, പിന്നെ ഇത് റൈത്ത, പിക്കിള്, എല്ലാ സാധനവും. അപ്പം ഉണ്ടോ? അപ്പം ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഇതിപ്പോൾ എങ്ങനെ കഴിക്കുമെന്നറിയില്ല. ആകെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾ ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ആണോ ഇഷ്ടപ്പെട്ടോ ഗൈസ്? അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾ കഴിക്കട്ടെ. ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് അഷ്റഫ്. അഷ്റഫ്. നാട്ടില് തൃശ്ശൂർ വടക്കേക്കാട്. പേര് എലിസബത്ത്. തൃശ്ശൂര്. നമ്മുടെ വണ്ടി അങ്ങനെ കഴിയാൻ വേണ്ടി കയറ്റി. നല്ല ചെളിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 4,500. നിങ്ങളുടെ വണ്ടിക്ക് എത്ര? നമ്മുടെ വണ്ടിക്ക് 35,000 മേടിക്കും എന്ന് പറയുമ്പോൾ 10,900 രൂപ മേടിക്കും. വേറെ കാര്യമുണ്ട്, കഴിയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നാളെ മഴയാ. അയ്യോ ചേട്ടാ, കഴിയിട്ട് കാര്യമില്ല. നാളെ എന്നാലും വൃത്തിക്ക് ഒരു വീഡിയോ എടുക്കാമല്ലോ. കാര്യമുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്ത് 10 ഇതിങ്ങനെ നിർത്താൻ പറ്റും. വെള്ളം മാത്രം എടുക്കാൻ അല്ലേ ഗൈസ്? ഫൈനലി
വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. സ്പ്രേ അടിച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. കുളിപ്പിച്ച് സെറ്റപ്പാക്കി. ഈ തണുപ്പത്തി വെള്ളം തൊടുന്നവരെ സമ്മതിക്കണം. അതെ നമ്മളെ സെറ്റപ്പാക്കി. അതിനാ അതിൻ്റെ പിടിക്കാൻ വേണ്ടിയാടാ. നമ്മുടെ നാട്ടിലല്ല, അടിക്കുന്നു കഴുകുന്നു വ്യത്യാസമുണ്ട്. 1500 രൂപ കൊടുത്തതിന് കുഴപ്പമില്ല, ഒരു 500 രൂപ കുറച്ച് തരാം. യാഥാർത്ഥ്യമാണ്. നമുക്ക് ഇതിന് ശേഷം ഇനി വണ്ടിയുടെ ഉള്ളു വൃത്തിയാക്കാണ്ട്. ഇത് കാണുന്ന വീഡിയോ കാണുന്നവരെല്ലാം എന്നെ ചേച്ചിന്ന് വിളിക്കും. അങ്ങനെ കുഴപ്പമില്ല, അതിന് ഉള്ളിൽ സങ്കടമുണ്ട് അല്ലേ? ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും വണ്ടി അടിച്ച് ഇവർ ആലോചിക്കട്ടോ, കുറച്ച് നേരം ആലോചിക്കാണ്ട് അവർ ആലോചിച്ച് കഴിഞ്ഞേ അവർ സെറ്റപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എല്ലാം വൃത്തിയാക്കി സെറ്റപ്പാക്കി എടുക്കട്ടെ കേട്ടോ വണ്ടി. ഗൈസ് ഞങ്ങളെ നാളെ വണ്ടിയുടെ ഒരു പണി ഉണ്ട് ബാക്കി. അത് ചെയ്യണോ അതോ ഞങ്ങൾ നാളെ ഒരു സ്ഥലത്തോട്ട് പോകണമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ തരാൻ പണിയുണ്ട്. യെസ്, അപ്പം നാളെ നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലൈമറ്റിൽ അതങ്ങ് എടുത്തേക്കാം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് ഒന്ന് ഹോംവർക്ക് ചെയ്യണം. അപ്പം ഞങ്ങളും ചേട്ടനെല്ലാം കൂടി ഇന്ന് രാത്രി വണ്ടിയിൽ നിന്ന് ഹോംവർക്ക് ചെയ്യും സ്ഥലങ്ങളൊക്കെ. പിന്നെ വേറൊരു വലിയ പ്രശ്നമുണ്ട്. അത് എന്നാന്ന് ചോദിച്ചാൽ അർമേനിയയിൽ നിന്നും ജോർജിയക്ക് പോകത്തില്ല. ഇനി അർമേനിയയിൽ നിന്ന് തുർക്കിക്ക് പോകത്തില്ല. തുർക്കിക്ക് പോകണേ അർമേനിയയിൽ നിന്ന് വീണ്ടും ജോർജിയ വന്നിട്ട് ജോർജിയയിൽ നിന്ന് വേണം തുർക്കിക്ക് പോകാൻ. തുർക്കി റഷ്യയിലും കഷ്ടമാണ് പോലീസുകാർ. വണ്ടി വെറുതെ സ്പ്രേ അടിച്ചിടുമല്ലോ കേട്ടോ. ഞങ്ങൾ പറഞ്ഞു അലോയിലൊന്ന് കഴുകി തരണമെന്ന് പറഞ്ഞു. അത് മാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കി തരുന്നുണ്ട്, ബാക്കിയൊന്നും ഇല്ല കേട്ടോ. ഈ തണുപ്പും ഈ ഉപ്പിൽ കൂടി ഓടുന്നല്ലേ, കാണും തുരുമ്പ്. അതെ ഗൈസ്, അതൊരു വലിയ അടിയായിപ്പെട്ടു. ഇത് വണ്ടി മൊത്തം നമ്മുടെ നാട്ടിലോട് തുടയ്ക്കൊന്നുമില്ല കേട്ടോ. നാട് തന്നെ എല്ലാം കൊണ്ടും ലാഭം ഗൈസ്. ആരും നാട് വിട്ട് പോകരുതേ സുഹൃത്തുക്കളെ. എന്ത് പറഞ്ഞാലും നമ്മുടെ നാട് തന്നെ കേട്ടോ സ്വർഗം അല്ലേ? ഇവരോട് പറയേണ്ട കാര്യമില്ല. ഗ്രാമവാസി കേട്ടോ ഗൈസ്. നമ്മുടെ നാടിനെ ഉപേക്ഷിച്ച് നിങ്ങളിവിടെ വന്നു അല്ലേ? തിരിച്ചു പോണം. തിരിച്ചു പോകേണ്ട കാര്യമില്ല. പാസ്പോർട്ട് ഇവര് മേടിക്കും, എന്നിട്ട് അടുത്ത ഫ്ലൈറ്റിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥയാ. വണ്ടി പാർക്കിങ് കൊണ്ടുവന്നു. വണ്ടി പാർക്ക് ചെയ്തു. യാദൃശ്ചികമായിട്ടൊരു മലയാളി, എൻ്റെ പൊന്നെ G63, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സാധനം ഓടിക്കണം എന്നുള്ളത്. അവൾ എന്തെങ്കിലും മേടിച്ചിട്ട് ഓടിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന്. അതോ ഒരു മലയാളി, അത് ഞങ്ങൾ സ്വന്തം അയലോക്കംകാരൻ, കരിക്കോട്ടക്കരിക്കാരനാണ് പുള്ളിക്കാരൻ. പുള്ളി ചേട്ടൻ വണ്ടി യാദൃശ്ചികമായിട്ട് കണ്ടാണോ? ഞാൻ ഇതിലെ പോയപ്പോ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. പോകുന്നപ്പോൾ നിങ്ങളുടെ വണ്ടിയുണ്ട്, ഇന്ത്യൻ കേരള രജിസ്ട്രേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലാഗ്. നിങ്ങളുടെ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. അപ്പൊ നോക്കുമ്പോ ഇത് നമ്മുടെ ആൾക്കാർ തന്നെയാണല്ലോ. ഇവിടെ എത്ര വർഷമായി? 8 വർഷമായി. 8 വർഷം. ഓ ഗൈസ് നോക്കൂ, ഫാമിലി അല്ലേ ഇവിടെ തന്നെയാ? ഫാമിലി കല്യാണം കഴിഞ്ഞിട്ടില്ല, എല്ലാവരും നാട്ടിൽ തന്നെ. ഇവിടെ ഇപ്പൊ ഞാൻ ബ്രിട്ടീഷ് എംബസി വർക്ക് ചെയ്യുന്നു. ബ്രിട്ടീഷ് എംബസിയിലാ? അപ്പം ബ്രിട്ടൻകാരനാണോ? അല്ലല്ല, മലയാളി, കേരള. അപ്പൊ എങ്ങനെ ബ്രിട്ടൻ എംബസി വർക്ക് ചെയ്യാം? നമ്മുടെ കോവിഡ് സമയത്ത് അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ ടെമ്പററി ആയിട്ട് കയറി. നമ്മുടെ മലയാളികളുടെ അവരെ നമ്മൾ സോപ്പിട്ട് തന്നു, ഒരു സംഭവം പെർമനന്റ് ആയി. ഗൈസ് എന്റെ ഡ്രീം വെഹിക്കിൾ ലിവി കയറിയിരിക്കുക കേട്ടോ. ഭയങ്കര പൊസിഷനാടാ. ലോകത്ത് ഈ സാധനത്തിന്റെ അത്ര പൊസിഷനുള്ളൊരു വണ്ടി വേറെ ഇല്ല കേട്ടോ. അത് പൊങ്ങൊക്കെ ചെയ്യും. ഇത് ഇതിന്റെ എക്സോസ് ഒക്കെ മാറ്റിയതാ? എക്സോസ് മാറ്റില്ല, ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഒറിജിനൽ. ഇതെന്നാ മറ്റേ ഇതെന്നാ ബ്ലൂബെറി എന്നാ പറയുന്നത്? ബ്ലേബെറിയോ? അല്ല വേറൊരു സാധനം ബ്ലാബെറി. ബ്രാബൂസ് ഉണ്ട് വേറെ, ഇത് AMG. ഇത് AMG ഇങ്ങനെ കമ്പനി വരുന്നത്? ഇങ്ങനെയാണോ മേടിക്കാൻ കിട്ടുക ചേട്ടാ? ഈ ടോപ്പ് ലൈറ്റ് ഒക്കെ വരുമോ? ഇല്ല, അതൊക്കെ എക്സ്ട്രാ കേട്ടതാ. എന്റെ അമ്മോ, ഈ സൈലൻസർ എങ്ങനെ വരും? നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമുള്ള സാധന മേടിക്കും ഞാൻ. ഇതൊക്കെ ഇവിടെ ഭയങ്കര ഇതാട്ടോ. അപ്രോക്സിമേറ്റ് ഇവിടെ എത്ര കോടിയുണ്ട് ചേട്ടാ? ഇവിടെ എത്ര കോടിയാ? ഇവിടെ ടാക്സ് ഇല്ല വണ്ടിക്ക്. $87,000 ഞാൻ വാങ്ങിയത്. അപ്പൊ നാട്ടില് 87 ലക്ഷം, 85 ലക്ഷം. നമ്മുടെ നാട്ടിൽ 3.5 കോടി അല്ലേ? നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ ഇത്. ഇവിടെ ഇത് അമേരിക്കൻ ഇറക്കാം നമുക്ക്. ഞാൻ ഓടിച്ചു നോക്കട്ടെ. ചേട്ടനോട് ചോദിച്ചപ്പോ ഓടിച്ചോളാൻ പറഞ്ഞു. എന്നോട് റോട്ടിൽ നിന്ന് ഓടിച്ചോളാൻ പറഞ്ഞു. നമുക്ക് റോട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ ഉള്ളിൽ കയറ്റി തരാണെങ്കിൽ ഞാൻ ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് സ്പീക്കറൊക്കെ ഹർമൻ കാർഡിനാട്ടോ. ഓ എന്താ സാധനം സുഹൃത്തുക്കളെ, എന്താ ഇത്? ഇതിന്റെ പെടല് മേടിക്കും ഞാൻ. ഇതാണ് രാജാവ്. ഇതിന്റെ വീലൊക്കെ നോക്കി, ഡിഫറൻഷ്യൽ ലോക്ക് സംഭവങ്ങള്, ഇതിന്റെ ലൈറ്റ് ഒക്കെ ഇട്ടാ എല്ലാം പിടിച്ച് നോക്കിയാക്കാം. വേണ്ട, അത് പൊങ്ങിപ്പോരും.
അഡ്ജസ്റ്റേഷൻ ഒന്നും വേണ്ട. നോക്കിയേ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം ഇവിടെ കേട്ടോ. ചേട്ടാ ഈ സൈഡിലാണോ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്? ഇതിലില്ല, ഇവിടെ ഇതാ ലെഫ്റ്റ് സൈഡില് അപ്പൊ ഇതെന്നാ? അത് മസാജർ. ആ നിങ്ങളുടെ നമ്മുടെ ഈ ബാക്ക് പെയിൻ കാര്യങ്ങൾ വെറുതെ അല്ലേ ഈ ദുബായ് രാജാക്കന്മാരൊക്കെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ കൊടുക്കാത്ത കേട്ടോ. എന്താ കേട്ടോ പൊസിഷൻ? ഹൈറ്റ് ചെയ്യാൻ പറ്റുമോ സീറ്റ്? പൊങ്ങി വേണ്ട, അങ്ങനെ ഇരുന്ന് ഇത് ശരിക്കും കാല് നമ്മുടെ സീറ്റ് ചവിട്ടി വേണം നമ്മൾ ഓടിക്കാനായിട്ട്. അതിനാ അതാണ് ജീവാഗൻ അങ്ങനെ ഓടിക്കില്ല ഇവിടെ ഉള്ളവന്മാര്. ഓ എവിടെ എത്തി ഞാനിപ്പോ? ആകാശത്ത് അങ്ങാടിക്കടയിൽ നിന്ന് കരിക്കോട്ടേക്ക് വിടുന്നത് അല്ല ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ തന്നെയാ? ഒന്നുമില്ല, അവിടെ സ്ഥലം ചെറിയ ഉണ്ടല്ലോ, ഡ്രൈവിലോട്ട് ഇട്ടാ മതി. അങ്ങനെ ചവിട്ടിടാൻ എല്ലാം പഠിക്കട്ടെ. ഇല്ല ഞാൻ നിങ്ങൾക്ക് 80 ലക്ഷം രൂപ ബ്രേക്കിലൊന്ന് ആഞ്ഞോട്ടി പിന്നെ വണ്ടി നീങ്ങത്തില്ല. എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് പാകക്കേട് തോന്നിയാൽ ബ്രേക്കിൽ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അമർത്തുക, ലോക്കായി വണ്ടി. ഓക്കെ ഡ്രൈവിലോട്ട് ഇടുക. മറ്റേ നെക്കുന്ന സ്വിച്ച് അല്ലല്ലോ, വലിച്ചിടുവല്ലേ? ഡി അല്ല ചേട്ടാ വണ്ടി കയറിയോ? ഇല്ല എനിക്കറിയാം. എടാ ബെൻസ് ഓടിക്കുന്നത് എന്നെയാടാ വീട് നാണം കെടുത്തത്. എക്സ്ട്രോസ്റ്റ് സൗണ്ട് വെച്ചിട്ട് കേട്ടോ. വണ്ടി എന്താ വണ്ടി വലിക്കുന്നു. നീ ഒന്ന് ഇറങ്ങി കാണിച്ചു കൊടുത്ത ആൾക്കാരെ കാണിച്ചു കൊടുത്തടാ. വണ്ടി വലിക്കുന്നു, കുതിര വലിക്കുന്നല്ലോ. ഇതാ ഇതാണ് കേട്ടോ ലൈറ്റ്. എവനെ ഒന്ന് ആക്കിയവനെ, എവനെ ഒന്ന് തുള്ളിക്ക് കാണിച്ചേ, എവനാ തുള്ളിച്ച് കാണിച്ചേ. വലിച്ചേ, പുറത്തത് ഫീൽ ചെയ്യുന്നില്ല ഇവനെ. എന്റെ പൊന്നെ, അതിന് കാലം കൊടുക്കണ്ട, എണ്ണ തീരും. ഒരു ഞാനും കൂടി കറക്റ്റ്. എന്റെ അമ്മ ബേക്കൊക്കെ നോക്കി. പക്ഷെ നാട്ടിലൊന്നും പോസിബിൾ അല്ല ഇത് മേടിക്കല്. പിന്നെ എണ്ണ ടാങ്ക് വൈകിട്ടോ നീ ആ എന്നേരാ വണ്ടി ഇത് ഒന്നും അറിയുന്ന പോലും ഇല്ല വണ്ടി. ചേട്ടൻ പറഞ്ഞു റോട്ടിൽ കൂടി ഓടിച്ചോളെ, ഞങ്ങൾക്ക് ഇത് ഇത്രയും വലിയ വണ്ടിയല്ലേ. നേരം പറഞ്ഞു ചേട്ടൻ ഗ്രൗണ്ടിൽ നിന്ന് ഓടിച്ചോളൂ. ഓടിച്ചു രാജാവിന് വലിയ ഒഴുക്കടാ. കൈ നിൽക്കൂലടാ, ഭയങ്കര പവറാ. നിൽക്കൂല, അവിടെ തന്നെ കൈ നിൽക്കൂല, അവിടെ തന്നെ വെച്ചു. ഇത്രയും പവർ കേട്ടോ നമ്മുടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും പവറിലെ വണ്ടി ഓടിച്ചില്ല. ഏറ്റവും രാവിലെ ഇതേ പോട്ടെ. എന്റെ ഇത് മേടിക്കണമെന്നായിരുന്നു. ഇതേ എന്നെ സംഭവം അറിയാവോ? ഇപ്പുറത്തെ സൈഡിലെ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി ഞാൻ അന്ന് റോൾസ് റോയ്സും ഉരുട്ടിയതാന്ന് തോന്നുന്നു. അല്ലേടാ ദുബായിൽ നിന്നല്ലേ? ഞാൻ ഈ ചേട്ടൻ കണ്ടവിടെ ചേട്ടൻ ഇറങ്ങി വരാൻ പറഞ്ഞു. നീ ഇതൊന്നും പറയില്ലേ, സൂപ്പർ വണ്ടി ഓടിക്കണോന്ന്. എന്നാ സാധനം ഇത്? ഇത് ഏത് എത്ര വർഷം ഇത്? ഇത് 2016 വേണ്ട വണ്ടി ആയിരിക്കും ഇത്. നമുക്ക് അവിടെ നിർത്താൻ വണ്ടി. എന്റെ ചേട്ടാ ഇതെങ്ങാനും ഹൈവേ കാല് കൊടുത്ത P6 P ഇട്ട് കഴിഞ്ഞാ ബ്രേക്കെ ചവിട്ടി വിട്ടാൽ മതി. വേണ്ട റിസ്ക്. ബ്രേക്കെല്ലാം താഞ്ഞോട്ടിക്ക് വണ്ടി ഇരുന്നു കഴിഞ്ഞിട്ട് ഗൈസ് എതിലെയോ പോയ ചേട്ടൻ ഇതിപ്പം ചായ കുടി വരെ എത്തി. ഓടിച്ചോണ്ട് വന്ന ആള് പുറകിലും പിന്നെ വർത്താനം പറഞ്ഞൊരു ഫ്രണ്ടിലും, ഞാനൊക്കെ ഫ്രണ്ടിലായിട്ടോ. ഞങ്ങൾ എങ്ങോട്ടൊക്കെയോ പോവാണ്. ഇത് ചേട്ടൻ എവിടെയോ ഒരു അയ്യൻ വിജയന്റെ ഒരു ലുക്ക് ഉണ്ട് ചേട്ടാ. എനിക്ക് മറ്റൊരു സിനിമ നടന്നുണ്ടല്ലോ. ഏതാ? മണിയല്ലേ ഒരു അയ്യൻ വിജയന്റെ ലുക്ക് എനിക്ക് തോന്നി. അയ്യൻ വിജയന്റെ ഒരു ലുക്ക് ഉണ്ട്, നല്ലൊരു എന്താ പറയാ, ഒരു എന്താ പറയാ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇവനെ ലിബിനെ പിന്നെ വിളിച്ചോണ്ടിരിക്കും, ഇവൻ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നിർത്തിയതാ. ലിബിൻ ചോദിച്ചു ചേട്ടനോട്, ചേട്ടാ ജി വാഗൺ ഒന്ന് ഓടിക്കാൻ ഇവന് കൊടുക്കുമെന്ന്. ഗൈസ് ഫൈനലി എന്തായാലും ഞങ്ങള് സാധനത്തെ പൊളിച്ചോട്ടെ. ഇത് V8 അല്ലേ? V8 ഏറ്റവും 12 ഉണ്ടോ? ഇല്ല, V12 പ്രാബൂസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് V12 കസ്റ്റം ആയിരിക്കും, കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. ആണോ? ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു കട്ട സബ്സ്ക്രൈബർ ഉണ്ട്. പേരെന്നാടാ? ആകാശിന്റെ വീട് എവിടെയാ? കോട്ടയം ഏറ്റുമാനൂര്. ഇവിടെ എന്ത് ചെയ്യാ നീ? ഇവിടെ ഞാൻ UG യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ MBBS പഠിക്കുന്നു.
നീ ഡോക്ടറാണോ? ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചേ? ഇവിടുന്ന് സെറ്റാക്കി. ആണോ? നാട്ടിലെവിടെ? ഏറ്റുമാനൂര്. കോട്ടയം. ഇവിടെ എത്ര വർഷമായി? ഇവിടെ 2 വർഷം. ഇത് കൂട്ടുകാരാ? പേരെന്നാ? ഹർഷദ്. പേര്? പേരെന്നാ? ഗൈസ് നോക്കൂ, ഞങ്ങൾ ഇവിടെ വന്നതാണ് ഈ ഒരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടി. ആ സമയത്താണ് ഞങ്ങള് ഇവനെ കണ്ടപ്പോ ഞങ്ങൾക്ക് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നിട്ടോ ഞാൻ കണ്ടു അല്ല ഞാൻ കണ്ടു നീ പഴയ മെസ്സേജ് ഒക്കെ കുറെ ഞാൻ നോക്കി. ഞാൻ പണ്ടോട്ടെ ഇടുന്നേ 2-3 കൊല്ലേ ആണല്ലേ? ഗൈസ് ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട് കേട്ടോ, മലയാളീസ്. ഇക്കാന്റെ പേരെന്നാ? സിയാദ്. നാട്ടിലെവിടെയാ? കോഴിക്കോട്. കോഴിക്കോടുകാരൻ്റെ ജോർജിയയിലെ ടീ സ്പോട്ടിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ്. ആദ്യം ഒരു ചായ കുടിച്ചു, പിന്നെ ഇപ്പൊ ഒരു നല്ല ചായ കുടിച്ചു, പിന്നെ സമൂസ അത് ഇതൊക്കെ കഴിച്ചു അല്ലേ? പിന്നെ കട്ട്ലേറ്റ് കഴിച്ചു, അടിപൊളിയാണ്. അത് കഴിച്ചു, ഇത് കഴിച്ചു, എല്ലാം കഴിച്ചു അല്ലേ? കട്ട്ലേറ്റ് ആണ് അടിപൊളി അല്ലേ? ചേട്ടൻ കുറെ ആയിട്ട് ഇങ്ങോട്ട് വിളിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പമ്മി നിന്ന് പെട്ടു.